യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 7-ാം വാക്യം. അവർ അവനോട് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു നിവർന്നു, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്നവരോട് പറഞ്ഞു. ലോകപ്രശസ്തമായൊരു വചനമാണിത്. കാരണം എല്ലാവരും രക്ഷപ്പെടാൻ വേണ്ടി കൂട്ടുകാരോടും കുടുംബാംഗങ്ങളോടും സ്നേഹിതരോടും അയൽക്കാരോടും ചിലപ്പോൾ ശത്രുക്കളോട് വരെ പറയാറുള്ളൊരു വചനമാണിത്. നിങ്ങളിൽ പാപമില്ലാത്തവൻ എന്നെ അറിയാം എന്ന് പറഞ്ഞാൽ ആർക്കും അറിയാൻ കഴിയില്ല. പാപം ചെയ്യാത്തൊരു മനുഷ്യനുമില്ല. എന്നിട്ടും ഇന്ന് കല്ലെറിയുന്നുണ്ട്. തെറ്റ് ചെയ്യുന്നവർ തന്നെ വലിയ തെറ്റ് ചെയ്യുന്നവർ ചെറിയ തെറ്റ് ചെയ്യുന്നവരെ ഉപദ്രവിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കാണുന്ന ഭാഗത്തിൽ എറിയാൻ വന്നവർ മനസ്സാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി കല്ല് താഴെയിട്ടു. കാരണം പറയേണ്ടവനത് പറഞ്ഞത് കൊണ്ടാണ്. യേശു കർത്താവിൻ്റെ ഒരൊറ്റ സെൻറ്റൻസിൽ 2 കൂട്ടം ആൾക്കാരെ രക്ഷിച്ചു. എറിയാൻ വന്നവരെ കൊലപാതകത്തിൽ നിന്ന് രക്ഷിച്ചു. എറിയപ്പെടേണ്ടവളെ, മോശയുടെ ന്യായപ്രമാണ പ്രകാരം എറിഞ്ഞു കൊല്ലപ്പെടേണ്ടവളെ, വ്യഭിചാരകർമ്മത്തിൽ പിടിക്കപ്പെട്ടവളെ മരണത്തിൽ നിന്ന് രക്ഷിച്ചു. സങ്കീർത്തനം 22:21 നമ്മൾ വായിക്കുന്നത് പോലെ, കാട്ടുപോത്തിൻ്റെ കൊമ്പുകൾക്കിടയിൽ ദൈവമേ നീ എനിക്ക് ഉത്തരമരുളുന്നു. വേറെ ആർക്കും ഉത്തരം തരാൻ പറ്റും? വേറെ ആർക്കും തരാൻ കഴിയുകയില്ല. ഈ 2 കൂട്ടം ആൾക്കാരെ ഒരുപോലെ രക്ഷിക്കാൻ മനസ്സുള്ള ഒരേ ഒരാൾ. ഇറാനെയും ദൈവത്തിന് വേണം, അമേരിക്കയെയും ദൈവത്തിന് വേണം. അതുകൊണ്ടാണ് 8:12 പറയുന്നത്, യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. ദൈവ ജീവൻ്റെ വെളിച്ചത്തിൻ്റെ പ്രത്യേകത ഏതാണ്? പീഡകനും പീഡിതനും അവനുള്ളവർ. പീഡിതൻ അവനുള്ളവനാണ്. പീഡിപ്പിക്കപ്പെടുന്നവൻ, ഉപദ്രവിക്കപ്പെടുന്നവൻ, ഉപദ്രവിക്കുന്നവൻ, 2 പേരെയും രക്ഷിക്കാൻ കഴിവുള്ളവനാണ് നസ്രത്തിലെ യേശു കർത്താവ്. നമ്മൾ വായിച്ച ഭാഗത്തിൽ അവർ അവനെ പരീക്ഷിക്കാൻ വേണ്ടി മോശയുടെ ന്യായപ്രമാണത്തിൽ ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് പറഞ്ഞിരിക്കുന്നു. നീ എന്തു പറയുന്നു എന്ന് പറഞ്ഞ് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കൊണ്ടുവരുമ്പോൾ യേശു കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്തെഴുതിക്കൊണ്ടിരുന്നു. അതാർക്ക് വേണ്ടി എഴുതിയത്? അതിൽ കൊണ്ടുവന്നവർക്ക് വേണ്ടിയാണ്. അവരുടെ ഉള്ളിൽ കർത്താവ് എഴുതി. മനസാക്ഷിയുടെ ആക്ഷേപം അവർക്കുണ്ടായി. എന്നിട്ടാണ് പറയുന്നത്, നിങ്ങൾ പാപമില്ലാത്തവർ എറിയട്ടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്തെഴുതിക്കൊണ്ടിരുന്നു. 2ാമത്തെ പ്രാവശ്യം എഴുതിയ ആർക്ക് വേണ്ടിയാണ്? അത് ഈ സ്ത്രീക്ക് വേണ്ടിയാണ്. എന്തിനാണ് അത് എഴുതിയത്? ഇപ്പോൾ ഞാൻ വിടുവിച്ച് വിടുകയാണ്, പക്ഷേ മേലിൽ പാപം ചെയ്യാതിരിക്കാനുള്ളൊരു കൃപ കൊടുത്താൽ വിടുന്നതാണ്. അത് ലാസ്റ്റ് ഇവളോട് ചോദിക്കുന്നുണ്ട്, സ്ത്രീയെ അവരെവിടെ? നിനക്കാരും ശിക്ഷ വിധിച്ചില്ലേ? ഇല്ല കർത്താവേ എന്നവൾ പറഞ്ഞു. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോകാം, ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. അപ്പം രക്ഷപ്പെടാൻ വേണ്ടി നമ്മളാണേലും ഇനി ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് പോകും. പക്ഷെ ആർക്കാണ് പാപം ചെയ്യാതിരിക്കാൻ കഴിയുന്നത്? ആഗ്രഹം ഉണ്ടായിട്ടാണോ നമ്മുടെ ചെറുപ്പക്കാരൊക്കെ പാപം ചെയ്യുന്നത്? കുഞ്ഞുങ്ങൾ പാപം ചെയ്യുന്നത്? പാപികളായി ജനിച്ചവൻ, ആദാമിൽ നിന്ന് ജനിച്ചവരെല്ലാവരും പാപം ചെയ്യുകയാണ്. ചെയ്യേണ്ടെന്ന് വിചാരിച്ചാൽ കൂടുതൽ പാപം ചെയ്യുക. എന്തിനാണ് നമ്മൾ എതിർക്കുന്നത്? അത് കൂടുതൽ നമ്മളെ പരീക്ഷിക്കുകയാണ്. പക്ഷേ യേശു കർത്താവിന് നമ്മളെ രക്ഷിക്കാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ അരുളപ്പാടിന് നമ്മളെ പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ കഴിയും. ജയിച്ച യേശു കർത്താവ്, പാപത്തെ ജയിച്ച, മരണത്തെ ജയിച്ച, പ്രമാണത്തെ ജയിച്ച യേശു കർത്താവ് ആ കൃപ നമുക്ക് തരികയാണ്. അദ്ദേഹത്തിൻ്റെ അരുളപ്പാട്, വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മീനിങ്, അർത്ഥം നമ്മുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുകയാണ്. യേശു കർത്താവ് നിലത്തെഴുതിക്കൊണ്ടിരുന്നപ്പോൾ അവരുടെ ഉള്ളിൽ എഴുതപ്പെട്ടതുപോലെ യേശു കർത്താവ് 2ാമതും കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്തെഴുതിയപ്പോൾ ആ സ്ത്രീക്ക് കൃപ ലഭിച്ചതുപോലെ വചനധ്യാനത്തിലൂടെ നമ്മുടെ അകത്ത് കിട്ടുന്ന ബലം നമ്മളെ പാപം ചെയ്യാതിരിക്കാൻ തക്കവണ്ണം ബലവാനാക്കുന്നു. ഒരപ്പനും മോനും കൂടെ നടന്നു പോകുന്നു. ഒരു പട്ടി ഓടി വരുന്നു.
മകന് പേടിയാണ്, കൊച്ചുമകന് പേടിയാണ്. പക്ഷെ അപ്പന് പേടിയില്ല. എന്തുകൊണ്ട്? അപ്പൻ മുതിർന്നവനായതുകൊണ്ട്. ഒത്തിരി കണ്ടതായതൊക്കെ. ഒരു വടിയെടുത്ത് കല്ലെടുത്ത് പട്ടി ഓടിക്കുന്നു. ഇതുപോലെ വചനം ഒരുത്തൻ ധ്യാനിക്കുമ്പോൾ നായ്ക്കളെ ഓടിക്കാനുള്ള ശക്തി അവന് കിട്ടും. പന്നികളെ ജയിക്കാനുള്ള കൃപ അവന് കിട്ടും. നായ്ക്കളെന്ന് പറഞ്ഞാൽ ചെയ്ത പാവം വീണ്ടും ചെയ്യാൻ വശീകരിക്കപ്പെടുന്നവൻ, വിട്ടതിനെ വീണ്ടും തേടിപ്പോകുന്നവൻ. പന്നി എന്ന് പറഞ്ഞാൽ കുളിച്ചിട്ട് ശുദ്ധമായിട്ട് വീണ്ടും ചെളിയിലേക്ക് ഉരുളാൻ പോകുന്നവൻ. ഈ രണ്ട് വ്യാപാരങ്ങളിൽ നിന്നും വചനധ്യാനം നിങ്ങളെ രക്ഷിക്കും. യേശു കർത്താവ് ദൈവത്തിൻ്റെ മുഴുവൻ സമ്പൂർണ്ണതയും ദേഹരൂപത്തിലായിട്ട് വന്ന ആളാണ്. അദ്ദേഹം മനുഷ്യനായി വന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി പ്രതീക്ഷയുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ പല ബലഹീനതകളും പല ലിമിറ്റേഷൻസിലും മനുഷ്യർക്ക് മനുഷ്യ ശരീരത്തോട് തന്നെ ഇഷ്ടക്കേട് തോന്നാം. പക്ഷേ ദൈവം മനുഷ്യനായി വന്നതോടുകൂടി ആ ഒരു ഇഷ്ടക്കേട് മാറുകയാണ്. ചില ആൾക്കാർ പറയും ഞങ്ങൾക്ക് നോൺ വെജ് കഴിക്കുന്ന ഇഷ്ടമില്ല, ഞങ്ങൾ വെജിറ്റേറിയൻ കഴിക്കുന്നതാണ് ഞങ്ങൾക്ക് താല്പര്യം. നിങ്ങളൊക്കെ എങ്ങനെയാണ് നോൺ വെജ് കഴിക്കുന്നത്? പക്ഷേ ദൈവം മനുഷ്യനായിട്ട് വന്നപ്പോൾ നോൺ വെജ് കഴിച്ചു, വെജും കഴിച്ചു. അപ്പോൾ എല്ലാത്തിൻ്റെയും ഒരു ആധികാരികത, എല്ലാത്തിൻ്റെയും അടിസ്ഥാനപരമായ ഒരു അതോറിറ്റി, എല്ലാത്തിൻ്റെയും ഗുണമോ ദോഷമോ തീരുമാനിക്കുന്നത് ദൈവപുത്രനാണ്. ആ ദൈവപുത്രൻ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയുമായി വന്നു. ദൈവം സ്നേഹം തന്നെ. അപ്പോൾ സ്നേഹം നിറഞ്ഞ ഒരു മനുഷ്യൻ നസറത്തിൽ നിന്ന് വന്നു, ശുശ്രൂഷ പ്രാപിച്ചു, പരിശുദ്ധാത്മാവിനാൽ നടക്കപ്പെടുന്നു. ജനങ്ങളെല്ലാം അവൻ്റെ ചുറ്റും കൂടുന്നു, അവനെ തൊടാൻ ആഗ്രഹിക്കുന്നു. കാരണം സ്നേഹമാണ്. സ്നേഹം ഒഴുകുക. വർത്താനം പറയുമ്പോൾ, തൊടുമ്പോൾ എല്ലാവർക്കും ഒരു ആശ്വാസം കിട്ടുക. രക്തസ്രാവക്കാർ എത്ര തിരക്കാണേലും വന്ന് തൊടുക. കുഷ്ഠരോഗി എന്നെ ഒന്ന് തൊടണേ എന്ന് പറഞ്ഞ് വരിക. കാരണം അവന് കയറി തൊടാനുള്ള ധൈര്യമൊന്നുമില്ല. പക്ഷേ അവൻ്റെ ഉള്ളിലിരിപ്പം എന്താണ്? എല്ലാവരും തൊടുന്നില്ലേ, എല്ലാവരും അങ്ങേയും തൊടുന്നില്ലേ, എനിക്കെങ്ങനെ കഴിയും? അതുകൊണ്ടാണ് പറഞ്ഞത്, നിനക്ക് മനസ്സുണ്ടേ യേശുപ്പാ ഞാൻ സുഖമാകും. കർത്താവ് എനിക്ക് മനസ്സുണ്ട്, തൊട്ടു. കണ്ടോ? യേശുവിൻ്റെ സ്നേഹം നമ്മൾ അറിയുമ്പോൾ, യേശുവായിട്ട് കൂടുതൽ അടുക്കുമ്പോൾ പാപത്തിൻ്റെ ശക്തി കുറയും. അവിടെ കുഞ്ഞായിരിക്കുന്ന നിങ്ങൾ മുതിരുകയാണ്. പാപത്തിന് ശിശുക്കളാകുകയും ബുദ്ധിക്ക് നിങ്ങൾ മുതിർന്നവരാകുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് വചനം ധ്യാനിക്കുക, യേശുവിനെ കൂടുതൽ അറിയുക. പൗലോസ് അതാ പറഞ്ഞു, ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശുവിനെ അറിയുക. അതാണ് എൻ്റെ സുവിശേഷം. അതിലുണ്ടല്ല, അതൊരു പാക്കേജാണ്. യേശുവിനെ നിങ്ങൾ അറിയുക, ദൈവത്തെ നിങ്ങൾ അറിയും, പരിശുദ്ധാത്മാവിനെ അറിയും, സ്നേഹം എന്തെന്നറിയും, പാപത്തെ ജയിക്കുന്നത് എങ്ങനെയെന്നറിയും, സന്തോഷകരമായ വിജയകരമായ ക്രിസ്ത്യ ജീവിതം എന്തെന്നറിയും. ദൈവം വലിയവൻ. ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ, സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.